ജർമ്മനിയിലൂടെ ഉള്ള യാത്ര തുടരുമ്പോൾ ഇപ്പോൾ നാം ജർമ്മനിയിലെ വൻ നഗരങ്ങളിൽ ഒന്നായ ഫ്രാങ്ക്ഫർട്ടിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. വെസ്റ്റ് സെൻട്രൽ ജർമ്മനിയിൽ മെയിൻ നദിക്കരയിൽ ആണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ജർമ്മനിയുടെ സാമ്പത്തിക തലസ്ഥാനമായ ഫ്രാങ്ക്ഫർട്ട് ഹെസ്സെ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ നഗരവും ജർമ്മനിയിലെ 5ാമത്തെ വലിയ നഗരവുമാണ്. ഈ നഗരത്തിലുള്ള അതിപ്രശസ്തമായ ഒരു കത്തീഡ്രലാണ് ഫ്രാങ്ക്ഫർട്ട് കത്തീഡ്രൽ എന്ന് അറിയപ്പെടുന്നത്. ഇത് യഥാർത്ഥത്തിൽ 13ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. 1356 മുതൽ 1792 വരെ ജർമ്മൻ രാജാക്കന്മാരെയും വിശുദ്ധ റോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരെയും ഇവിടെയാണ് കിരീടമണിയിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ ദേവാലയം ഫ്രാങ്ക്ഫർട്ട് കത്തീഡ്രൽ എന്ന് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഒരു മെത്രാസന പള്ളിയല്ല, കത്തീഡ്രൽ എന്ന് വിളിക്കപ്പെടുവാൻ. എന്നാലും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇതിനെ ഫ്രാങ്ക്ഫർട്ട് കത്തീഡ്രൽ എന്ന് നാം വിളിക്കുന്നത്. അവിടെ നിന്നും ആ മനോഹരമായ നിർമ്മിതിയും ഒക്കെ കണ്ട് യാത്ര തുടരുമ്പോൾ ഇപ്പോൾ നാം വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കാഴ്ചയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് വളരെ മനോഹരമായ ടിറ്റീസ് എന്ന ജർമ്മനിയിലെ ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത ഇവിടെയാണ് ടൂറിസ്റ്റ് ആകർഷണമായ ബ്ലാക്ക് ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. എപ്പോഴും യാത്രക്കാരെ കൊണ്ട് തിങ്ങി നിറയുന്ന ഒരു വളരെ മനോഹരമായ ഗ്രാമമാണ് ഈ ടിറ്റിസി എന്ന ജർമ്മനിയിലെ ഈ ഗ്രാമം. ഇവിടുത്തെ കുക്കു ക്ലോക്കും ബ്ലാക്ക് ഫോറസ്റ്റും ഒക്കെ ആണ് ഇങ്ങോട്ട് വിനോദസഞ്ചാരികളെ ധാരാളമായി ആകർഷിക്കും. ഈ ടിറ്റിസി എന്ന ഗ്രാമം ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വളരെ മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. തടാകത്തിൻ്റെയും ചുറ്റുമുള്ള വനങ്ങളുടെയും സൗന്ദര്യം ഇവിടേക്ക് ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ടിറ്റിസി എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം 1050 ഷാഫ് ഹൗസിലെ അല്ലർ ഹേലിഗൻ ആശ്രമത്തിൻ്റെ രേഖകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ടിറ്റിസി തടാകവും അതിനോട് ചേർന്നുള്ള സിസ്ട്രാസ് നടപ്പാതയുമായി ഇട്ടാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ മനോഹരമായ കാഴ്ചകളും തടാകവും വിനോദസഞ്ചാരികളെ ഇങ്ങോട്ട് കൂടുതലായി ആകർഷിക്കുന്നു. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹിമാനി ഹൈഡൽബർഗ് മുതൽ ഇന്നത്തെ ടിറ്റിസി വരെ വ്യാപിച്ചിരുന്നു എന്നതാണ് ചരിത്രം. ഈ ഹിമാനിയാണ് തടാകത്തിൻ്റെയും അതിൻ്റെ തീരപ്രദേശങ്ങളുടെയും രൂപീകരണത്തിന് പിന്നിലെ കാരണം. ആദ്യകാലങ്ങളിൽ ടിറ്റിസി എന്ന പേരിലാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അത് ടിറ്റിസിയായി മാറുകയാണ് ഉണ്ടായത്. തടാകവും ചുറ്റുമുള്ള പ്രകൃതിയും കാരണം ടിറ്റസി ജർമ്മനിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒന്നായി ഇതിനോടകം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ മറ്റൊരു മനോഹര കാഴ്ചയാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ഒരു വലിയ വനപ്രദേശമാണ്. ഇത് ബാഡൻ സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുരാതന കാലത്ത് റോമാക്കാർ ഈ പ്രദേശം സന്ദർശിച്ചപ്പോൾ ഇടതൂർന്ന മരങ്ങൾ കാരണം ഇതിനെ കറുത്ത വനം എന്ന് വിളിച്ചു. പിന്നീട് ഇത് വിറക് വ്യവസായത്തിനും ഖനനത്തിനും ഉപയോഗിച്ചു. ഇപ്പോൾ വിനോദത്തിനും പേരുകേട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ്. പുരാതന കാലത്ത് ഈ പ്രദേശം അബ്നോവ മോൺസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് സെൽറ്റിക് ദേവതയായ അബ്നോബയുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. റോമൻ കാലഘട്ടത്തിൽ ഇതിനെ സിൽവ മാർസിയാന എന്ന് വിളിച്ചു. അതായത് കറുത്ത വനം എന്ന് അർത്ഥം.
ഈ പ്രദേശം വിറക് വ്യവസായത്തിനും ഖനനത്തിനും ഉപയോഗിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ ഇത് ജർമ്മനിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി മാറുകയുണ്ടായി. ബ്ലാക്ക് ഫോറസ്റ്റ് കുക്കു ക്ലോക്കുകളുടെ ജന്മസ്ഥലം കൂടിയാണ്. 1737 ഫ്രാൻസ് കെറ്റേറർ എന്ന ക്ലോക്ക് നിർമ്മാതാവാണ് ഇവിടുത്തെ ആദ്യത്തെ കുക്കു ക്ലോക്ക് വികസിപ്പിച്ച് എടുത്തത് എന്നതാണ് ചരിത്രം. പുരാതന റോമാക്കാർ ഈ വനം കറുത്ത വനം എന്ന് വിളിച്ചിരുന്നത് ഇതിൽ ഇടതൂർന്ന പൈൻ മരങ്ങൾ കാരണം ഇതിൻ്റെ നിറം ഇരുണ്ടതായി തോന്നിയതാലാണ് എന്നാണ് ചരിത്രം. ഇന്ന് ജർമ്മൻകാരും വിനോദസഞ്ചാരികളും ഈ പ്രദേശം പ്രിയപ്പെട്ട ഇടമായി. ചെറിയ ഗ്രാമങ്ങൾ, കുക്കു ക്ലോക്കുകൾ എന്നിവയെല്ലാം ഇവിടുത്തെ ആകർഷണങ്ങളുമായി മാറിയിരിക്കുകയാണ്. കുക്കു പക്ഷിയുടെ ശബ്ദത്തോടെ സമയം അറിയിക്കുന്ന കുക്കു ക്ലോക്കുകളുടെ ചരിത്രം ആണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം. കുക്കു ക്ലോക്കുകളുടെ പ്രധാന ആകർഷണം മണിക്കൂർ തോറും പുറത്തേക്ക് വരുന്ന കുക്കു പക്ഷിയാണ്. ഈ പക്ഷി സമയം അറിയിക്കുമ്പോൾ അത് ഭാഗ്യത്തിൻ്റെയും നല്ല സമയത്തിൻ്റെയും സൂചനയായി ഇവിടുത്തെ ആൾക്കാരും ലോകമെമ്പാടുമുള്ള മറ്റ് ജനതകളും കരുതപ്പെടുന്നു. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന പ്രദേശത്തെ കർഷകരായിരുന്നു ആദ്യകാലത്ത് കുക്കു ക്ലോക്കുകൾ നിർമ്മിച്ചിരുന്നത്. മരപ്പണിയുടെ കാര്യത്തിൽ വളരെ കേമന്മാരായിരുന്നു അവർ. ലോഗുകൾ ഉപയോഗിച്ച് മനോഹരമായ കുക്കു ക്ലോക്കുകൾ അവർ ഉണ്ടാക്കുകയാണ് ഉണ്ടായത്. ഫ്രാൻസിൽ നിന്നുള്ള വ്യാപാര മാർഗത്തിലൂടെയാണ് കുക്കു ക്ലോക്കിൻ്റെ പ്രചോദനം ഉണ്ടായതെന്നും പറയപ്പെടുന്നു. സ്ട്രാസ്ബർഗ് കത്തീഡ്രലിൽ ഒരു കാക്ക കൂവുന്നത് പോലെ ഒരു കോഴി മണിക്കൂർ അറിയിക്കുന്ന രീതിയുണ്ടായിരുന്നു. അതിൽ നിന്നാണ് കുക്കു ക്ലോക്ക് എന്ന ആശയം ഉടലെടുത്തത് എന്നാണ് ചരിത്രം. പിന്നീട് ഷെൻവാൾഡ് എന്ന സ്ഥലത്ത് ഫ്രാൻസ് ആറ്റൻ കെറ്റേറർ എന്ന ക്ലോക്ക് നിർമ്മാതാവാണ് ആദ്യത്തെ ക്ലോക്ക് ഫാക്ടറി ഇവിടെ നിർമ്മിക്കുന്നത്. അങ്ങനെ സഞ്ചരിച്ച് നാം ഇപ്പോൾ കുക്കു ക്ലോക്ക് ഫാക്ടറിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ബസ് ഇവിടുത്തെ വിശാലമായ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്ത് മറ്റ് സഹയാത്രികർക്കൊപ്പം ഞാനും കുക്കു ക്ലോക്ക് ഫാക്ടറിയുടെ മനോഹര കാഴ്ചകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഫാക്ടറിക്കുള്ളിൽ ധാരാളമായി പ്രദർശിപ്പിച്ചിരിക്കുന്ന കുക്കു ക്ലോക്കുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണവും കൂടി. ഇവിടെ നിന്നും സഹയാത്രികരൊക്കെ ഓർമ്മയ്ക്കായി കുക്കു ക്ലോക്കുകൾ വാങ്ങിക്കുകയും അതിനുശേഷം യാത്ര തുടരുകയുമാണ് ഉണ്ടായത്. അപ്പോഴും ഞാൻ കുക്കു ക്ലോക്കിൻ്റെ ചരിത്രമാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. കുക്കു ക്ലോക്കുകൾ ഇന്ന് ലോകമെമ്പാടുമുള്ള വീടുകളിൽ ഒരു അലങ്കാര വസ്തുവായി മാറിയിരിക്കുകയാണ്. അത്രയേറെ അതിന് പ്രാധാന്യമുണ്ട്. സൗന്ദര്യവും ഭാഗ്യവും നൽകുന്ന ഒരു ക്ലോക്കായാണ് ഈ ക്ലോക്ക് കരുതപ്പെടുന്നത്. ഇങ്ങനെ ഞാൻ കുക്കു ക്ലോക്കിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ അതിവിശാലമായ ഒരു ടണലിലൂടെയാണ് ബസ് കടന്നു പോകുന്നത്. ജർമ്മനിയെയും സ്വിറ്റ്സർലൻഡിനെയും അത് അങ്ങ് ഇറ്റലി വരെ നീളുന്ന ഒരു ഹൈവേയിലൂടെയാണ് ഇപ്പോൾ നാം കടന്നു പോകുന്നത്. അടുത്ത കാലത്തായി ഏറ്റവും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മല തുരന്ന് നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമായ ഒരു രാജപാത കൂടിയാണ് ഇപ്പോൾ നാം കടന്നു പോകുന്ന ഈ പ്രദേശം. ധാരാളമായി വിളഞ്ഞു നിൽക്കുന്ന കടുകും ഒപ്പം മറ്റ് കൃഷികളുമാണ് നമുക്കിവിടെ ധാരാളമായി കാണാൻ സാധിക്കുക. അങ്ങനെ ഇപ്പോൾ നാം റെയിൻ നദിയുടെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. യൂറോപ്പിലെ തന്നെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് ഈ റെയിൻ ഫോൾസ് ഇല്ലെങ്കിൽ റെയിൻ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. സ്വിറ്റ്സർലാൻഡിലെ ആൽപ്സ് പർവ്വത നിരകളിൽ ഉത്ഭവിച്ച് നെതർലാൻഡ്സിലെ വടക്കൻ കടലിൽ പതിക്കുന്ന ഈ നദിയിലെ യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിൽ ഒന്നാണ് ഈ റെയിൻ ഫോൾസ്. യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികൾ ഒന്നുകൂടിയാണ് ഈ റെയിൻ നദി. സെക്കൻഡിൽ ശരാശരി
2000 ഘനമീറ്ററിലധികം ജലം പുറന്തള്ളുന്ന ഈ നദിയുടെ നീളം 1233 കിലോമീറ്റർ, അതായത് 766 മൈലാണ്. റൈനും ഡാനൂബും ചേർന്നാണ് റോമ സാമ്രാജ്യത്തിൻ്റെ വടക്കൻ അതിർത്തികൾ രൂപവൽക്കരിച്ചിരിക്കുന്നത്. അക്കാലം മുതൽ ഉൾനാട്ടിലേക്ക് ചരക്കുകൾ കടത്തുന്നതിനുള്ള ഒരു പ്രധാന ജലഗതാഗത മാർഗമായാണ് ഈ റെയിൻ നദി ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഒരു പ്രതിരോധമായും നിലകൊണ്ട റെയിൻ പല അന്താരാഷ്ട്ര ആഭ്യന്തര അതിർത്തികൾക്കും അടിസ്ഥാനമായിരുന്നു. റെയിൻ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹര വെള്ളച്ചാട്ടമാണ് ഈ റെയിൻ വെള്ളച്ചാട്ടം അഥവാ റെയിൻ ഫോൾസ്. ചരിത്രാതീത കാലത്തെ കോട്ടകൾ ജലഗതാഗത മാർഗം എന്ന നിലയിൽ അതിലുണ്ടായിരുന്ന പ്രാധാന്യത്തെ ഇത് വ്യക്തമാക്കുന്നു. മെയിൻ, നെക്കർ, മോസൽ എന്നിവ റെയിൻ നദിയുടെ പ്രധാന പോഷക നദികൾ കൂടിയാണ്. അങ്ങനെ റെയിൻ നദിയിലെ മനോഹരമായ കാഴ്ചകളും കണ്ട് ധാരാളം ഫോട്ടോകളും എടുത്ത് അവിടെ നിന്നും യാത്ര തുടരുകയാണ്. ജർമ്മനിയിലെ യാത്രയുടെ അവസാന ഭാഗം റെയിൻ കരയിലെ മനോഹരമായ വെള്ളച്ചാട്ടത്തിനരികിൽ നിന്ന് ധാരാളം ഫോട്ടോകളും വീഡിയോകളും എടുത്തതിന് ശേഷം യാത്ര തുടർന്ന് ജർമ്മനിയിലെ മനോഹരമായ നഗരങ്ങൾ പിന്നിട്ട് ഇപ്പോൾ നാം സ്വിറ്റ്സർലൻഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ രാജ്യങ്ങളിലൊന്നും ഏറ്റവും പ്രകൃതി മനോഹരമായ കാഴ്ചകളുള്ളതുമായ ഒരു നാട് കൂടിയാണ് സ്വിറ്റ്സർലൻഡ്. എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാപവും മനോഹരമായ കാഴ്ചകളും മാത്രമാണ്. പക്ഷേ പുറത്തിറങ്ങി നടക്കുന്ന മനുഷ്യരെ ഇവിടെ വളരെ വിരളമായി മാത്രമാണ് കാണാൻ സാധിക്കുക. എന്നും പരന്നു കിടക്കുന്ന കൃഷിപ്പാടങ്ങളും പച്ചപ്പ് നിറഞ്ഞ വനപ്രദേശങ്ങളും പ്രകൃതി മനോഹരമായ കാഴ്ചകളുമാണ് എന്നും നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. പ്രകൃതി നിർമ്മാതാവ് ഒരു ക്യാൻവാസിൽ രചിച്ച അതിമനോഹരമായ ഒരു വർണ്ണചിത്രമായിട്ടാണ് ജർമ്മനി നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെട്ട് എത്തുന്നത്. അത്രയേറെ മനോഹരമായ കാഴ്ചകളാണ് ഈ ജർമ്മനി നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ മനോഹരമായി നിർമ്മിച്ച് പരിപാലിച്ചു വരുന്ന പാതയിലൂടെ അതിവേഗം ബസ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സഹയാത്രികർക്കൊപ്പം ഞാനും വരും ദിവസങ്ങളിൽ സ്വിറ്റ്സർലൻഡിലെ മനോഹരമായ കാഴ്ചകൾ കാണാനുള്ള തിടുക്കത്തിലാണ്. നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന മനോഹരമായ പ്രകൃതി സൗന്ദര്യമാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെട്ടിട്ടുക. എത്ര കണ്ടാലും മതി വരാത്ത അത്ര മനോഹരമായ കാഴ്ചകൾ. മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന റോഡുകളും മനോഹരമായി പരിപാലിച്ചു വരുന്ന ഇവിടുത്തെ സൗന്ദര്യമുള്ള റോഡ് അരികുകളും ഈ പ്രകൃതിയുടെ മടിത്തട്ടിൽ അവിടെ എവിടെയായി കുടികൊള്ളുന്ന ചെറു ചെറു ഗ്രാമങ്ങളും ഒപ്പം ഈ ഗ്രാമങ്ങളെ ചുറ്റിപ്പറ്റി ഉള്ള ജീവിതങ്ങളും ഒക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലം എന്ന് കരുതപ്പെടുന്ന സ്വിറ്റ്സർലൻഡിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഈ ലോകത്ത് ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് സ്വിറ്റ്സർലൻഡാണെന്നും ഈ സ്വിറ്റ്സർലൻഡിൽ കുറച്ച് ദിവസമെങ്കിലും ജീവിക്കുക എന്നത് ഏതൊരു മനുഷ്യ വ്യക്തിയുടെയും ആഗ്രഹമാണെന്നും നന്നായി മനസ്സിലാക്കിയ ഈ യാത്രാ സംഘത്തിലെ ഓരോ വ്യക്തിയും ഓരോ സഹയാത്രികനും കണ്ണ് തുറന്ന് ഈ സ്വിറ്റ്സർലൻഡിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്ര തുടരുമ്പോൾ ഇപ്പോൾ ആകാശം പതിയെ കറുത്തു തുടങ്ങി. സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയതുകൊണ്ട് തന്നെ എങ്ങും
കാഴ്ചകൾ മങ്ങിക്കൊണ്ടിരിക്കുന്നു. എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾ ഹെഡ്ലൈറ്റ് ഇട്ടുകൊണ്ട് സഞ്ചരിക്കേണ്ട ഒരവസ്ഥയും സംജാതമായി. അങ്ങനെ സ്വിറ്റ്സർലാൻഡിലെ ഈ മനോഹര കാഴ്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് യാത്ര നീളുകയാണ്. സ്വിറ്റ്സർലാൻഡിലെ അതിമനോഹരമായ കാഴ്ചകൾ കാണാനും അത് ആസ്വദിക്കാനുമായി